ദിവസം എന്റെ ഒരു വീഡിയോ കണ്ടിട്ട് എന്റെ ഒരു ക്ലാസ്മേറ്റ് ഒരു കോംപ്ലിമെന്റ് പറഞ്ഞു. ബട്ട് ഡയറക്ട്ലി എന്നോടല്ല പറഞ്ഞത്, ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടിനോടാണ് പറഞ്ഞത്. കോംപ്ലിമെന്റ് ഇതായിരുന്നു: ദൃശ്യം നന്നായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്, ഒരുപാടധികം മാറിയിട്ടുണ്ട് എന്നുള്ള രീതിക്ക്. ഇവൻ എന്നോട് ഡയറക്റ്റ് ആയിട്ട് പറയാതിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ആ ഒരു സമയത്ത് ഞാൻ ഒട്ടും കമ്പനി അല്ലായിരുന്നു. അതായത് അധികം ആരോടും സംസാരിക്കാത്ത ഒരു ക്യാരക്ടറായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാടധികം ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്ന ആളാണ്. പോരാത്തതിന് നല്ല ഇൻട്രോവേർട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കംഫർട്ട് സോണിൽ അങ്ങനെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അന്ന്. ഈ പറഞ്ഞ കംഫർട്ട് സോണും ഇൻസെക്യൂരിറ്റീസ് എല്ലാം കാരണം ഞാൻ എന്റെ വാല്യൂസ് തിരിച്ചറിയാൻ ഒരുപാട് അധികം ലേറ്റ് ആയിരുന്നു. എന്റെ ഹാപ്പിനെസ് എന്താണ്, എന്റെ ഇൻട്രസ്റ്റ് എന്താണ്, എന്റെ പാഷൻ എന്താണ്, ഇതൊന്നും എനിക്ക് ആ ഒരു ടൈമിൽ അറിയില്ലായിരുന്നു. ഈ പറഞ്ഞ കാര്യം ഞാൻ എപ്പോൾ റിയലൈസ് ചെയ്തോ അന്ന് മുതലാണ് ഞാൻ എനിക്ക് വേണ്ടി ടൈം കണ്ടെത്താൻ തുടങ്ങിയത്. എന്റെ ഹാപ്പിനെസ്സിന് ഞാൻ പ്രയോറിറ്റി കൊടുക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ആരെയും കൺസിഡർ ചെയ്യാതെ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമുക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഹാപ്പിനെസ്സിനും നമ്മുടെ ഇൻട്രസ്റ്റിനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ലൈഫിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഈ കംഫർട്ട് സോണിൽ പെട്ട് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും നമ്മൾ ഒരു റോബോട്ട് പോലെ ആയിരിക്കും. നമ്മുടെ ഇമോഷൻസിനോ നമ്മുടെ ലൈഫിനോ ഒരു വാല്യൂസിനോ കൊടുക്കാനായിട്ട് പറ്റില്ല. ഈവൻ നമ്മൾ എന്താന്ന് പോലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇത് കാണുന്ന ആരെങ്കിലും ഇപ്പോഴും ആ ഒരു കംഫർട്ട് സോണിൽ പെട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഒരുപാടധികം ഇൻസെക്യൂരിറ്റീസ് ഫേസ് ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റിയലൈസ് ചെയ്ത് അതിൽ നിന്ന് വിട്ടുമാറുക. കാരണം എപ്പോഴും നമ്മുടെ പ്രയോറിറ്റി നമുക്ക് തന്നെയാണ്, നമ്മുടെ ഹാപ്പിനെസ്സിനാണ്. സോ ആ ഒരു കംഫർട്ട് സോണും ഇൻസെക്യൂരിറ്റീസ് ഒക്കെ മറന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതായിട്ട് ചെയ്യാൻ നോക്കുക.